ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. അന്തപുരത്തിൽ പ്രവേശിക്കുവാനും പത്നിമാരെ കാണുവാനും അനുവാദമുള്ള പ്ലക്ഷൻ, പ്രഭാവൻ എന്നീ പേരുള്ള 2 സജീവ പ്രമുഖന്മാരും ഒന്നിച്ച് നിൽക്കുന്ന അംഗദകുമാരനെ കണ്ടു. ധർമാർത്ഥ വിചക്ഷണന്മാരായ അവർ പലതും പറയുവാൻ വേണ്ടി ലക്ഷ്മണൻ വന്നിട്ടുണ്ടെന്ന് വീണ്ടും സുഗ്രീവനെ അറിയിച്ചു. ദേവനാഥനെ പോലെയുള്ള സുഗ്രീവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മന്ത്രിസത്വന്മാർ എല്ലാവരും മന്ത്രാർത്ഥ കോവിദന്മാർ വിനതൻ, സുഷേണൻ, നീലൻ, ബാലേസൂനുവായ അംഗദൻ, അമേയബുദ്ധിമാനായ ഹനുമാൻ എന്നീ ഹരീശ്വരന്മാർ വന്നുചേർന്നു. ബൃഹസ്പതി, ഇന്ദ്രനോടെന്ന പോലെ മഹാനായ മാരുതി സാമവാക്കുകൾ തുടർന്നു. ഉദാരശ്രീയാർന്നവരും മഹാനുഭാവരും രാജനന്ദനന്മാരും സഹോദരന്മാരുമായ ശ്രീരാമലക്ഷ്മണന്മാർ സഖ്യം കൊണ്ട് സുഹൃത്തുല്യർ. അവർ ഏറ്റതുപോലെ അവിടത്തേക്ക് നാട് തന്നു കഴിഞ്ഞു. അവരിൽ ഒരാൾ വീരനായ ലക്ഷ്മണകുമാരൻ വില്ലെടുത്ത് ഗോപുരദ്വാരത്തിൽ വന്നു നിൽക്കുന്നു. ആ പുരുഷ കേസരിയെ കണ്ട് പേടിച്ചു വിറയ്ക്കുന്ന വാനരന്മാർ ദീനമായി ആർക്കുന്ന ശബ്ദമാണ് ഈ കേട്ടത്. നിശ്ചയമാകുന്ന തേരിൽ കയറി വാക്യമാകുന്ന സാരഥിയോടുകൂടി ശ്രീരാമചന്ദ്രാനുജൻ അഗ്രജന്റെ ആജ്ഞ ശിരസ വഹിച്ചാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ആരോമലുണ്ണി അംഗദനെ ഇങ്ങോട്ടയച്ച് നേത്രാഗ്നി കൊണ്ട് തന്നെ കവികളെ മുഴുവൻ ചാമ്പലാക്കത്തക്ക വിധം ലക്ഷ്മണകുമാരൻ പുറത്ത് ഗോപുരദ്വാരത്തിൽ നിൽക്കുകയാണ്. മഹാപ്രഭോ, പുത്രനോടും പത്നിമാരോടും കൂടി അതിവേഗത്തിൽ ചെന്ന് സാഷ്ടാംഗം കാൽക്കൽ വീണ് മഹാരാജ നന്ദനനെ പ്രസാദിപ്പിക്കണേ. ധർമാത്മാവായ ശ്രീരാമചന്ദ്രൻ അരുളി ചെയ്തത് എന്തോ അത് മഹാരാജാവായ അവിടുന്ന് നിസ്സംശയം ചെയ്യണേ. സത്യത്തിൽ അടിയുറച്ചു നിന്ന് സ്വന്തം വാക്കുകൾ നിറവേറ്റണേ. യുവരാജാവായ അംഗദനോടൊന്നിച്ചു വന്ന അമാത്യവര്യന്റെ വാക്കുകൾ ക്രോധം തന്നെ മൂർത്തീകരിച്ച പോലെയുള്ള ലക്ഷ്മണാഗമനം കേട്ട സുഗ്രീവൻ ഇരിപ്പിടത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഗുരുലഘുത്വങ്ങൾ ആലോചിച്ചു. ബുദ്ധി നേർവഴിക്ക് പോയി. മന്ത്രജ്ഞന്മാരും മഹാസമർത്ഥരുമായ അമാത്യന്മാരോട്, വാനരപ്രമുഖന്മാരെ, ചീത്തവാക്കുകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, യാതൊന്നും ചെയ്തിട്ടുമില്ല. ശ്രീരാമാനുജനായ ലക്ഷ്മണകുമാരൻ കോപിക്കുവാൻ കാരണം എന്താകും? എൻ്റെ ശത്രുക്കൾ എപ്പോഴും നാശത്തിന് പഴുതു നോക്കുന്ന ദുഷ്ടന്മാർ. എന്നിലില്ലാത്ത ദോഷങ്ങൾ പലതും ലക്ഷ്മണനോട് പറഞ്ഞിരിക്കുമോ? സമർത്ഥന്മാരായ നിങ്ങൾ എല്ലാവരും കൂടി സ്വഭാവമെല്ലാം ആദ്യമായി അറിയുവാൻ ശ്രമിക്കണം, മനസ്സിലാക്കണം. ധാർമ്മിക വര്യന്മാരായ ശ്രീരാമലക്ഷ്മണന്മാരിൽ എനിക്ക് അല്പം പോലും ഭയം തോന്നുന്നില്ല. അസ്ഥാനത്തായാലും സുഹൃത്ത് കോപിച്ചതിൽ അത്യധികം പരിഭ്രമം തോന്നുന്നു. ഒരു ചങ്ങാതിയെ സമ്പാദിക്കാനല്ല പ്രയാസം, ആ സ്നേഹം നിലനിർത്തുവാനാണ്. ചഞ്ചലമായ മനസ്സിൻ്റെ ധർമ്മമാണ് മാറ്റം വരിക എന്നത്. അതുമാത്രമാണ് എനിക്കുള്ള ഭയം. മഹാത്മാവായ ശ്രീരാമചന്ദ്രന് ശരിക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ അശക്തനാണ്. രാജാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീ ഹനുമാൻ, മന്ത്രിമധ്യത്തിൽ ഇരിക്കുന്ന അതിബുദ്ധിമാൻ, സ്വാഭിപ്രായം സുസ്പഷ്ടാക്ഷരത്തിൽ വ്യക്തമാക്കി. പ്രഭോ, കപീശ്വര, ഇത് അത്ഭുതപ്പെടത്തക്കതല്ല. ഉത്തമോത്തമ സുഹൃത്തിന് പ്രത്യുപകാരം മറക്കാതെ ചെയ്യൂ. വീരാതിവീരനായ ശ്രീരാമചന്ദ്രസ്വാമി നിർഭയനായിട്ടാണ് ഇവിടുത്തെ വ്യസനത്തെ ദൂരീകരിച്ചത്. ദേവേന്ദ്രതുല്യ പരാക്രമിയായ ബാലിയെ ഇവിടുത്തെ ഇച്ഛയനുസരിച്ച് നിഗ്രഹിച്ചു. ആ രഘുനായകൻ ഐശ്വര്യം വളർത്തുന്ന ലക്ഷ്മണനെ ഇങ്ങോട്ടയച്ചത് സ്നേഹകോപത്താൽ മാത്രമാണ്. കാലോചിതമായ കൃത്യങ്ങൾ അറിയുന്ന ഇവിടത്തേക്ക് കാലം പോയത് അറിയുവാൻ സാധിച്ചില്ല. പാലയും ഞാഴയും പൂത്തു. ശരൽക്കാലം തുടർന്നു. കാർമേഘങ്ങളാകുന്ന ആകാശം നിർമ്മലമായി. നക്ഷത്ര ഗ്രഹങ്ങൾ പ്രകാശിച്ചു. നദികളും ദിക്കുകളും തെളിഞ്ഞു. ഇവിടുന്ന് ഏറ്റ കാര്യം ചെയ്യാനുള്ള കാലം എത്തിക്കഴിഞ്ഞു. മധ്യമത്തനായി വർഷകാലം കഴിഞ്ഞത് ഓർമ്മയില്ലാതെ വസിക്കുകയാണെന്ന് കരുതിയിട്ടാണ് കുമാരലക്ഷ്മണൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പത്നി വിയോഗം കൊണ്ട് ദുഃഖിതനാണെങ്കിലും മഹാത്മാവായ ശ്രീരാമചന്ദ്രൻ മറ്റൊരാൾ മുഖാന്തരം പറയുന്നത് അത് എന്തു തന്നെ ആയാലും പരിഭവിക്കേണ്ടതല്ല. പറഞ്ഞ കാര്യം ചെയ്യുവാൻ ഉത്സാഹിച്ചിട്ട് ഇല്ല എന്നല്ലാതെ മറ്റൊരു തെറ്റും അവിടുന്ന് ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല. അഞ്ജലി കൂപ്പി സാഷ്ടാംഗം നമസ്കരിച്ച് ലക്ഷ്മണകുമാരനെ പ്രസാദിപ്പിക്കുകയല്ലാതെ മറ്റ് യാതൊരു ഗതിയും ഇപ്പോളില്ല. തുടർന്ന് അതിവേഗത്തിൽ നൃപേന്ദ്രനന്ദനോട് ഇവിടുത്തെ നിയോഗം അനുസരിച്ച് അമാത്യശ്രേഷ്ഠന്മാർ പഥ്യമായ കാര്യം ഉണർത്തിക്കണം. ഞാൻ ഇത്രയും നിർഭയനെ പറയുന്നത് അതുകൊണ്ടാണ്. ഒരു കാര്യം തീർച്ച, ശ്രീരാമചന്ദ്രസ്വാമി വില്ലെടുത്താൽ, കോപിച്ചാൽ ദേവാസുര ഗന്ധർവ ലോകങ്ങൾ മുഴുവൻ കിടുകിടെ വിറച്ചുകൊണ്ട് കീഴടങ്ങും, അഥവാ കീഴൊതുക്കും. അതിനുള്ള ശക്തി മഹാപ്രഭുവിനുണ്ട്. പ്രസാദിപ്പിക്കേണ്ട ദേവന് അമർഷം ഉണ്ടാക്കരുതേ. പൂർവോപകാരം സ്മരിച്ചുകൊണ്ട് ഇവിടുന്ന് വിശേഷിച്ചും കൃതജ്ഞനാകണം.
കാൽക്കൽ കുമ്പിട്ട് സന്തോഷിപ്പിച്ച് ഭാര്യ ഭർത്താവിൻ്റെ കീഴിൽ നിൽക്കണം. ഹരീശ്വര, ലക്ഷ്മണകുമാരൻ പറയുന്നത് എന്തു തന്നെ ആയാലും അത് ശ്രീരാമചന്ദ്രൻ്റെ കൽപ്പനയാണെന്ന് അല്ലാതെ മറ്റൊന്ന് വിചാരിക്കുക അരുതേ. ഇന്ദ്രതുല്യ സിംഹപരാക്രമിയായ കാകുത്സ്ഥ പ്രഭുവിൻ്റെ ബലം എന്താണെന്ന് ഇവിടത്തേക്ക് ഹൃദിസ്ഥമായിട്ടുള്ളതല്ലേ. ആ ദേവനിൽ നിന്ന് അണുവും വ്യത്യാസമില്ലാത്ത വില്ലാളിയാണ് സുമിത്രാനന്ദനൻ എന്ന കാര്യം എപ്പോഴും ഓർമ്മ വേണം. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.